വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോടെയും അതുവഴി ജനങ്ങളോടെയും പറയണമെന്നുള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ എറണാകുളത്ത് വെച്ചിട്ട് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ചാണ്. അതിപ്പോൾ കേരളത്തിലാകെ വാർത്ത വരുവാണ്, ഇന്ത്യയിലാകെ വാർത്ത വരുവാണ്. ഇന്ന് ബില്ല് പാസ്സാക്കിയപ്പോൾ പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധമൊക്കെ വന്നു. അത് വാസ്തവത്തിൽ ഇതിൻ്റെ പ്രശ്നം, നമ്മൾ ടെക്നിക്കലി തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം വെട്ടിക്കുറച്ചു, അത് 60-40 ആക്കുന്നു എന്ന് പറയുമ്പം സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്ന അധിക ബാധ്യതയുടെ ഒരു പ്രശ്നമുണ്ട്, തൊഴിൽ കിട്ടാത്ത പ്രശ്നമുണ്ട്. അതിനേക്കാളുപരി ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഓരോ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കേന്ദ്രം പുറകോട്ട് മാറുകയാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ നമുക്ക് തരേണ്ട ഏറ്റവും ന്യായമായ ഷെയർ, ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല, 80,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇവർ മാറ്റിവെച്ചത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട ആ ഷെയർ വെട്ടിക്കുറച്ച് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കവരുന്ന തരത്തിൽ, പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഫിസ്ക്കൽ ഫെഡറലിസത്തെ അങ്ങേയറ്റം തകർക്കുന്ന നിലപാട് നിരന്തരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ്. നേരത്തെ GST പരിഷ്കാരം വന്ന സമയത്ത് തന്നെ അതിന് ഒബ്ജക്ഷൻ പലരും പറഞ്ഞിരുന്നതാണ്. CPM-ൻ്റെ പ്രതിനിധിയായി രാജ്യസഭയിൽ അതിൻ്റെ സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുള്ള ഞാൻ അന്ന് ഡിസെൻറ്റ് കൊടുത്തിരുന്നതാണ്. ഇത് സംസ്ഥാനങ്ങളെ അങ്ങേയറ്റം അപകടത്തിലാക്കും. അന്ന് കൊണ്ടുവന്നത് 14% വെച്ച് ടാക്സിൻ്റെ റവന്യൂ ന്യൂട്രൽ റേറ്റ് 14% അത് അരവിന്ദ് സുബ്രഹ്മണ്യം കമ്മിറ്റി എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു. ആ 14 പിന്നീട് അവർ 11 ഏറ്റവും ഒടുവിൽ റേറ്റ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സമയത്ത് അത് 8%-നും 9%-നും ഇടയ്ക്കാക്കി. എന്ന് പറഞ്ഞാൽ കേരളത്തിന് മാത്രം അടുത്ത വർഷം 8,000 കോടി മുതൽ 10,000 കോടി രൂപ ഒരു വർഷം സാമ്പത്തിക നഷ്ടം വരുമെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ ഇപ്പോൾ വന്നു. കഴിഞ്ഞ മാസം ഈ പുതിയ റേറ്റ് വന്നതിന് ശേഷമുള്ള ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ വരുമാനം ഇതാദ്യമായിട്ട് നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു. നിങ്ങളുടെ വാർത്ത പ്രധാന പത്രങ്ങൾ കൊടുത്തിരുന്നത് നിങ്ങൾ ഓർക്കും. പക്ഷേ കേരളത്തിൽ ആ മാസം അല്പം ഇച്ചിരി മുന്നേ നിൽക്കുന്നൊരു സ്റ്റേറ്റാണ് കേരളം. പക്ഷേ കേരളത്തിൽ കുറയും. കാരണം ഈ റേറ്റ് റിവിഷൻ വന്നതിൻ്റെ തൊട്ടടുത്ത ദീപാവലിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെസ്റ്റിവൽ ബൊനാൻസ ആയിരുന്നല്ലോ അനൗൺസ് ചെയ്തത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അന്ന് കേരളത്തിൽ ഉൾപ്പെടെ 65% ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഓട്ടോമൊബൈലിൻ്റെ കച്ചവടം കൂടിയത്. സ്വാഭാവികമായിട്ടും ടാക്സ് പറഞ്ഞുകൊണ്ട് കച്ചവടം കൂടും, ടാക്സ് കൂടും. പക്ഷേ എല്ലാ മാസവും നമ്മൾ കാർ മേടിക്കുമോ? ടാക്സ് കുറച്ചാൽ എല്ലാ മാസവും എല്ലാ വർഷവും ആരും ഓരോ കാർ മേടിക്കില്ല. അപ്പം സാധനങ്ങളും കൺസംഷൻ കൂട്ടാനായിട്ട് കൊണ്ടുവന്നെന്ന് പറയുമ്പം 2 കാര്യങ്ങൾ അതിൽ വന്നു. ഒന്നാമത്തെ കാര്യം, സാധാരണക്കാർക്ക് കിട്ടുന്ന സാധനങ്ങളുടെ വില കുറയണം. നമ്മൾ പറഞ്ഞു ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മളൊരു പഠനം നടത്തിയിട്ട് ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ 2.5 ലക്ഷം കോടി രൂപ വരെയുള്ള ടാക്സിൻ്റെ ഇളവ് വൻകിട കമ്പനികളുടെ ബെനിഫിറ്റായിട്ട് പോകുമെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു. 8 സംസ്ഥാനങ്ങൾ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഈ നഷ്ടം വരുന്നതിനൊരു കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ തയ്യാറായില്ല. ആ പറഞ്ഞ കാര്യം വസ്തുതാപരമായി തെളിയുന്നതാണ് കഴിഞ്ഞ മാസത്തെ GST വരുമാനം. കഴിഞ്ഞ മാസം കുറവുണ്ടായെങ്കിൽ ഇനി അങ്ങോട്ട് നോക്കിക്കോളൂ. ഇതിപ്പോൾ ഈ നല്ലപോലെ ഒരു സെയിൽസ് ഉണ്ടാകുന്ന ഘട്ടമാണ്. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യയിലാകെ ഒരു 10% വരെ ടാക്സ് റവന്യൂവിൽ വരുമാനം കുറഞ്ഞേക്കാം എന്ന ആശങ്ക വരികയാണ്. എത്രയാണ് കൃത്യം എന്നുള്ളത് നോക്കണം. ഇതിൻ്റെ പ്രതിഫലനം തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ ഇവർ കാണിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞതാണ്, ഒരു വശത്തുകൂടി കേരളത്തിന് 8,000-10,000 കോടി കുറഞ്ഞു. UPക്കൊക്കെ അതിൽ കൂടുതൽ കുറയും. എല്ലാ സ്റ്റേറ്റിനും കുറയും. ഞാനൊരു പ്രതിവർഷം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, പ്രതിവർഷം ഭരണവർഷം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിൻ്റെ ഈ പണം മുഴുവനും സാധാരണക്കാരുടെ ബെനിഫിറ്റ് എടുത്തിട്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന തലത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ പറഞ്ഞത് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. എന്തിനാണ്? UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഏറ്റവും മോശപ്പെട്ട കാർഷിക മേഖലയിലെ തകർച്ച നേരിടാൻ വേണ്ടിയിട്ട് പിന്നീട് വന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇടതുപക്ഷം മുന്നോട്ട് വെച്ചൊരു പ്രപ്പോസലാണ് തൊഴിലുറപ്പ് പദ്ധതി. നമുക്കറിയുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ആദ്യത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന ആ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തിലധികം ആളുകൾ, ഗ്രാമീണ കർഷകർ ആത്മഹത്യ ചെയ്തൊരു ഘട്ടത്തിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി തൊഴിൽ ഗ്രാമങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി കൊണ്ടുവന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കശുവണ്ടി വ്യവസായവും കയറും കൈത്തറിയും ഒക്കെയുള്ള അടക്കമുള്ള പഴയ പരമ്പരാഗത വ്യവസായങ്ങൾ ഇപ്പോൾ ഇല്ല. കാർഷിക മേഖലയിൽ പഴയതുപോലെ കാര്യങ്ങളില്ല. ഗ്രാമീണ പ്രദേശങ്ങളിൽ ആൾക്ക് വരുമാനം കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതിക്ക് വെച്ചിരിക്കുന്ന ബഡ്ജറ്റിന് വേണ്ടത്ര പണമില്ലാത്തതുകൊണ്ട് അവിടെയും പണം കുറയുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി അവരുടെ മിസ്മാനേജ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ
അതിൻ്റെയും കൂടി പ്രശ്നമുണ്ട്. ഈ വരുമാനം കുറഞ്ഞ് അതുകൊണ്ടാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഉൾപ്പെടെ പണം വെട്ടിക്കുറയ്ക്കുന്നത്. നമുക്ക് ഒരു 2000 കോടി, ഇപ്പോഴത്തെ സ്ഥിതി 2000 കോടി രൂപയെങ്കിലും ഏറ്റവും കുറവ് ഒരു വർഷം സംസ്ഥാനത്തിന് കുറയും. കാരണം 90% തൊഴിലുറപ്പ് പദ്ധതിയുടെ 90% ചെലവും സംസ്ഥാനത്ത് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക പദ്ധതിയായിരുന്നു. ആ പദ്ധതിയിലാണ് ഇപ്പോൾ മാറ്റം വന്നത്. അതിനകത്ത് വലിയ തോതിൽ വലിയ തോതിലുള്ള കുടുംബങ്ങളുടെ പങ്കാളിത്തമുണ്ട്. കേരളത്തിൽ മാത്രം 9.07 കോടി തൊഴിൽ ദിനങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. 13.72 ലക്ഷം കുടുംബങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തു. 22 ലക്ഷത്തോളം ഇതിനകത്ത് എൻറോൾ ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ നമ്പറാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാത്ത പരുങ്ങലിലാക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, ഞാൻ കേരളത്തിൻ്റെ അല്ല പറഞ്ഞത്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാതെ പരുങ്ങലിലാക്കുന്ന ഈ നാട്ടിലെ ഉൾപ്പെടെ സാധാരണക്കാരുടെ തൊഴിലും വരുമാനവും ഇല്ലാതാക്കുന്ന അങ്ങേയറ്റത്തെ തെറ്റായ സാമ്പത്തിക നയവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പിൻ്റെ കാര്യം വന്നേക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല, ഫാർ റീച്ചിങ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു ആസ്പെക്റ്റ് കൂടെ പറയണമെന്ന് വെച്ചത്. അല്ലാതെ ഇവർ ഈ ചില കാര്യങ്ങൾ മാത്രമല്ല, സംസ്ഥാനങ്ങളെയും കുഴപ്പത്തിലാക്കുന്നു, കേന്ദ്രത്തിനെയും കുഴപ്പത്തിലാക്കുന്നു, കേന്ദ്രവും കുഴപ്പത്തിലാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരിക.